കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. അമരമ്പലം പഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന ദൗത്യം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 5 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് സംസ്കരിച്ചു. മലയോര മേഖലയായ അമരമ്പലം പഞ്ചായത്തിലെ കർഷകർ നേരിടുന്ന രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണാനായാണ് ഇവയെ വെടിവെച്ചു കൊല്ലുന്ന നടപടി തുടരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നത്. ഏതാനും മാസം മുൻപ് വരെ 100-ലധികം പന്നികളെയാണ് അമരമ്പലത്ത് വെടിവെച്ചു കൊന്ന് സംസ്കരിച്ചത്. പുതിയ ഭരണസമിതി വന്നതിനു ശേഷം നടന്ന മെഗാവേട്ടയിലാണ് 5 പന്നികളെ ഒറ്റ രാത്രി കൊന്നത്. കഴിഞ്ഞ ദിവസം അമരമ്പലം ഭാഗത്താണ് ലൈസൻസ്ഡ് ഷൂട്ടർമാർ വേട്ട നടത്തിയത്. വരും ദിവസങ്ങളിലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പറഞ്ഞു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു മലയോര മേഖലയാണ്. നമുക്കിവിടെ ഒരുപാട് കൃഷിക്കാരുണ്ട്. അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഈ വന്യജീവി ആക്രമണം ഒക്കെ ആയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവരെ വേട്ടയാടപ്പെടുന്നത് നമ്മളെ കാട്ടുപന്നിന്റെ ശല്യമാണ്. അപ്പം പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ ഇന്നലെ പന്നീനെ വെടിവെക്കല ഷൂട്ടർമാരെ കൊണ്ടുവന്ന് നമ്മുടെ ചക്കിക്കുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെയും പ്രകാശ് സാർ അടക്കമുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ സഹകരണത്തോടു കൂടി വാർഡ് മെമ്പർ സുഭാഷ്, ഷാജി ഇവരുടെ നേതൃത്വത്തിൽ നമ്മുടെ അമരമ്പലം ഭാഗത്ത് ഇന്നലെ ഷൂട്ടർമാർ ഇറങ്ങിയിട്ട് കുറച്ച് പന്നികളെ വെടിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. പഞ്ചായത്ത് അംഗങ്ങളായ K. സുഭാഷ്, O. ഷാജി, വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KP അഭിലാഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രകാശ്, ഷീജിത്ത്, സുന്ദരൻ, സന്ദീപ്, നിയാസ്, പഞ്ചായത്ത് പാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഷൂട്ടർ ഷാൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് നേതൃത്വം നൽകിയത്. കാട്ടുപന്നികളെ വനം RRT സൗത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.